സെമിത്തേരിയിൽ കുടമറന്നു വെച്ച അപ്പുക്കുട്ടനെ അമ്മ നന്നേ ശകാരിച്ചു. കുടയുമായല്ലാതെ തിരികെ വരരുതെന്ന് അമ്മ കട്ടായം പറഞ്ഞതോടെ അപ്പുക്കുട്ടൻ തല താഴ്ത്തി വീട്ടിൽ നിന്നിറങ്ങി. അപ്പുക്കുട്ടന്റെ സ്കൂൾ ഒരു പള്ളിക്കടുത്താണ്. അതിന്റെ അടുത്തുള്ള സെമിത്തേരിയിലാണ് കുടമറന്നു വെച്ചത്. അവിടെ എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച മഹാവികൃതിയാണ്. അപ്പുക്കുട്ടൻ എപ്പോഴും എന്തെങ്കിലും കുസൃതി കാണിക്കും. വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അപ്പുക്കുട്ടനും കൂട്ടുകാരും എന്നും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. പോകുന്ന വഴി മാവിനും മറ്റു മരങ്ങൾക്കും കല്ലെറിഞ്ഞും ചെറുതോട്ടിൽ മീനിനെ നോക്കിയുമൊക്കെയാണ് അവരുടെ യാത്ര. തിരിച്ചുള്ള വരവും അങ്ങനെ തന്നെ. സ്കൂളിന് മുൻപിലൂടെ വഴിയുണ്ടെങ്കിലും അപ്പവും കൂട്ടുകാരും പള്ളിമുറ്റത്തോടെയുള്ള കുറുക്കു വഴിയിലൂടെ ചിലപ്പോഴൊക്കെ പോവാറുണ്ട്. പള്ളിക്ക് തൊട്ടരികിലായി ഒരു സെമിത്തേരിയുണ്ട്. കൂട്ടുകാരുടെ കൂടെ അപ്പു ഇടയ്ക്ക് അവിടെ ചെല്ലാറുണ്ട്. കൂട്ടുകാർ കല്ലറയിൽ പൂക്കൾ വയ്ക്കുന്നത് കാണാൻ. അന്ന് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പവും കൂട്ടുകാരും അന്നും സെമിത്തേരിയിൽ പോയി. സെമിത്തേരിയിൽ എത്തിയപ്പോൾ മഴ കുറഞ്ഞതിനാൽ അപ്പു കുട അവിടെ ഒരു കല്ലറയ്ക്ക് മുകളിൽ വെച്ചു. പക്ഷെ തിരികെ പോരുമ്പോൾ കുടയെടുക്കാൻ അവൻ മറന്നു. അവൻ കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് കുടയെടുത്തില്ല എന്ന കാര്യം അവൻ ഓർത്തത്. അയ്യോ, ഞാനിന്ന് കുടയെടുക്കാൻ മറന്നു, അപ്പു പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് അമ്മ വന്നു, ഒപ്പം അനിയത്തിയും. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, എന്ത്, കുടയെടുക്കാൻ മറന്നെന്നോ? നീ അത് കൊണ്ടുപോയി കളഞ്ഞോ ചെറുക്ക? അല്ല അമ്മേ, അതു പിന്നെ, അവൻ പരിഭ്രമിച്ചു പറഞ്ഞു. സെമിത്തേരിയിലാണ് കുടയെന്ന് പറയാൻ അവന് ധൈര്യം വന്നില്ല. അമ്മ അവനെ വളരെ ശകാരിച്ചു. കുടയുമായല്ലാതെ തിരികെ വരരുതെന്ന് അമ്മ കട്ടായം പറഞ്ഞതോടെ അപ്പുക്കുട്ടൻ തലതാഴ്ത്തി വീട്ടിൽ നിന്നിറങ്ങി. പതിവായി സ്കൂളിൽ പോകുന്ന വഴിയാണെങ്കിലും നേരം വൈകിയതിനാൽ അവൻ കുറച്ച് പേടി തോന്നിയിരുന്നു. അങ്ങനെ നടന്ന് അവൻ പള്ളിമുറ്റത്തെത്തി. സന്ധ്യയാകാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എങ്ങനെ സെമിത്തേരിയിൽ ചെന്ന് കുടയെടുക്കും? അവൻ ആലോചിച്ചു. പരിസരത്തെങ്ങും ആരുമില്ല. അവൻ പതിയെ സെമിത്തേരി ലക്ഷ്യമാക്കി നടന്നു. അവന് നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിലും അമ്മയുടെ ശകാരം ഭയന്ന് അവൻ നടന്നു. അവൻ നോക്കുമ്പോഴുണ്ട് ഒരു ചെറിയ കുട്ടി അവന്റെ കുടയും പിടിച്ചു ചിരിച്ചുകൊണ്ട് തന്റെ നേർക്ക് വരുന്നു. ആരുമില്ലാത്തടത്ത് തനിയെ ഈ കുട്ടി എന്തു ചെയ്യുന്നു? അവൻ അത്ഭുതപ്പെട്ടു. ആ കുട്ടി പതിയെ അടുത്ത് വന്ന് കുട അപ്പുക്കുട്ടന് നൽകി. അവൻ ആ കുട കുട്ടിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് തിരിഞ്ഞു നോക്കാതെ ഓടി. ഇതേ സമയം വീട്ടിൽ അമ്മ അപ്പുവിനെ കാണാതെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പു വഴിയിലൂടെ ഓടി കിതച്ചു വരുന്നത് അമ്മ കണ്ടു. അമ്മ ഒരു ദീർഘനിശ്വാസത്തോടെ അപ്പുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോനെ, അമ്മ പേടിച്ചു പോയിടാ. അമ്മയോട് നീ ക്ഷമിക്ക്, അമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. അപ്പു നടന്ന സംഭവങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. എന്നാലും ആരുമില്ലാത്തിടത്ത് ആ കുട്ടി എങ്ങനെ എത്തി? അവന്റെ കൂടെ ആരെങ്കിലും കാണുമോ? അമ്മ അത്ഭുതത്തോടെ പറഞ്ഞു. അമ്മേ, അത് ചിലപ്പോ ഉണ്ണിയേശുവായിരിക്കും, അല്ലേ? ആവോ, എന്തായാലും എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. കുടയും തിരികെ കിട്ടി. നീ വാ, അമ്മ ചായ തരാം. എങ്കിലും ആരായിരിക്കും ആ കുട്ടി? നിങ്ങൾക്കെന്ത് തോന്നുന്നു?